ഇഷ്യൂ നിങ്ങൾ കണ്ടല്ലോ. കുറച്ച് ദിവസങ്ങളായിട്ട് സിറ്റിയിലെ കുറേ കുണ്ണാണന്മാർ വലിയ പ്രശ്നമാണ്. അതായത് സിറ്റിസനായിട്ട് ഡ്രസ്സ് ഇട്ട് വരിക, നമ്മളെവിടെ RP ആരോടുകൂടെ ചെയ്താലും വണ്ടി കൊണ്ടുവന്ന് ഒതുക്കുക, ടിൻ്റടിച്ച വണ്ടിയിൽ വരിക, വണ്ടി അടുത്ത് നിർത്തുക, കുണ്ണത്തരം പറയുക. ഇത് തന്നെയാണ് സിറ്റിയിൽ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്നലെയും ഇത് സെയിം സംഭവിച്ചു. എന്നിട്ട് സിറ്റിസണായിട്ട് വന്ന് സിറ്റുവേഷൻ എടുത്തിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാങ് ആണെന്ന് പറഞ്ഞ് അത് സിറ്റുവേഷൻ ട്രിഗർ ചെയ്ത് കൊണ്ടുപോകാൻ പോലും നമ്മുടെ കൂട്ടത്തിലുള്ളവന്മാരാണെങ്കിലും ഈ പറയണതുപോലെ സിറ്റിസണായിട്ട് പോയി സിറ്റുവേഷൻ എടുക്കാറുണ്ട്. പക്ഷേ ട്രിഗറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയണ പോലെ TV ആണ് എന്ന് പറയാനുള്ള ധൈര്യമുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ വെറുതെ സിറ്റുവേഷൻ ട്രിഗർ ചെയ്യേണ്ട, ഒന്നും വേണ്ട. പകരം ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഇന്നലെയും ഇത് തന്നെ സെയിം കണ്ടിന്യൂസ് ആയിട്ട് നടന്നു. DHO എടുത്തൊന്നും ഇത് തന്നെ നടന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ഈ പറയണതുപോലെ ഇന്നലെ എല്ലാവരും കിടന്നപ്പോൾ ഏകദേശം വെളുപ്പിന് 6 മണി എന്തോ ആയി കേട്ടോ. വെളുപ്പിന് 6 മണി എന്തോ ആയി. നേരെ പോയി സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്തെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വേറെ കുറച്ച് ആൾക്കാർ തംബ്നെയിലൊക്കെ ചെയ്യിപ്പിച്ച ആൾക്കാരെ വെച്ച്, അവരുടെ എഡിറ്ററെ വെച്ച് തംബ്നെയിലൊക്കെ ചെയ്യിപ്പിച്ച് നാളത്തേക്കുള്ള വാച്ച് പാർട്ടിയായി TV ലിവിങ് സിയോൺ. ഇന്നൊരു അരമണിക്കൂർ കുണ്ണത്താളം പറയണം, ഇവന്മാരെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയണം എന്നൊക്കെ പറഞ്ഞ് ലൈവ് അൺലിസ്റ്റിൽ ഷെഡ്യൂൾ ചെയ്ത ആൾക്കാർ വരെ ഇവിടെ ഉണ്ട്. അത് വേറൊരു കാര്യം. അത് വിട്, ഞങ്ങൾ അതിനെപ്പറ്റിയല്ല പറയണേ. ഞങ്ങൾ ഇന്നലെ സിയോണിലെ അഡ്മിൻസിൻ്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ചു. അതായത് നമ്മുടെ കാര്യങ്ങൾ നമുക്കിവിടെ എന്താണ് പ്രശ്നം എന്നുള്ള കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ ശേഷം നമ്മളൊരു പെഡ് ചോദിച്ചിട്ട് പോലും നമുക്കിവിടെ കിട്ടിയില്ലായിരുന്നു ഒരു കമ്മ്യൂണിക്കേഷൻ RP ചെയ്യാൻ. അപ്പോൾ നമുക്കിവിടെ RP ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ സിയോണിലെ അഡ്മിൻസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ മെയിൻ ഒരു പ്രശ്നം നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ. ഞങ്ങൾ അഡ്രസ്സ് ചെയ്ത ഒരൊറ്റ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ഗൈസ്. സിറ്റിസൺസിന് വള്ളി എടുക്കാനാണെങ്കിൽ ഓക്കെ, സിറ്റിസണായിട്ട് വന്ന് വള്ളി എടുക്കുക, ഒരു പ്രശ്നമില്ല. ഇവിടെ റൂളുണ്ട്, 5 പേരായിട്ട് 5 പേരിൽ മുകളിലുണ്ടെങ്കിൽ പറയണത് പോലെ സംസാരിക്കാനും സിറ്റുവേഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ഗ്യാങ്ങിലുള്ളവന്മാർ വള്ളി എടുക്കണമെന്നുണ്ടെങ്കിൽ ഗ്യാങ് ഡ്രസ് ഇട്ടിട്ട് വള്ളി എടുത്തോട്ടെ, അതല്ലേ നല്ലത്. അത് ആർക്കും ഒരു ഇതും വരാത്തൊരു റൂളല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ആർക്കും ഒരു ഇതും വരാത്ത ഗ്യാങ്ങിലുള്ളവന്മാർ ഗ്യാങ് ഡ്രസ്സ് ഇട്ടിട്ട് വള്ളി എടുത്തോട്ടെ. TVക്കും ബാധകം, എല്ലാവർക്കും ബാധകം. ഗ്യാങ്ങിലുള്ളവന്മാർ ഗ്യാങ് ഡ്രസ്സ് ഇട്ട് വള്ളി എടുത്തോട്ടെ, ഒരു പ്രശ്നമില്ല. സിറ്റിസൺസ് ആ ഒരു റൂള് മാത്രമാണ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് നമുക്ക് തോന്നിയ ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മൾ അഡ്മിൻസിൻ്റെ അടുത്ത് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അവരെങ്ങനെയാണ് ഇതിൻ്റെ ഡിസിഷൻസ് എടുക്കുന്നതെന്നൊന്നും അറിയത്തില്ല. ബാക്കിയൊക്കെ റെസ്റ്റ് ഓഫ് ദ അഡ്മിൻസിൻ്റെ കയ്യിലാണ്. അല്ലാതെ ഈ പറഞ്ഞതുപോലെ വെറുതെ വരിക, ഡ്രസ്സ് മാറുക, സിറ്റിസൺ ആവുക എന്ന് പറയാം ഒരു ഒരു ബേസിക് ലോജിക്ക് വേണം. ഞാൻ പറയണത്, ഞാൻ ഗ്യാങ് ഡ്രസ്സ് ഇട്ടാൽ പരുന്തുവാസു, ഗ്യാങ് ഡ്രസ്സ് ഊരിയാലും പരുന്തുവാസമാണ്. അല്ലാതെ ഗ്യാങ് ഡ്രസ്സ് ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ പരുന്തുവാസമല്ല, TV പരുന്തുവാസമൊന്നും അല്ലാതാവോ. അപ്പോൾ സിറ്റിസൺസിന് സിറ്റുവേഷൻ എടുക്കണമെങ്കിൽ 5 പേര് ചേർന്ന് നോർമലി അവരവരുടെ എന്ത് ഡ്രസ്സ് ഇട്ടുവാണെങ്കിൽ സിറ്റുവേഷൻ എടുക്കാം. പക്ഷേ ഒരു ഗ്യാങ്ങിലുള്ള ഒരുത്തനാണ് അതിനകത്തുള്ളെങ്കിൽ അവരവരുടെ ഗ്യാങ് ഡ്രസ്സ് ഇട്ടെടുത്തോട്ടെ. ഇത് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ബാക്കിയൊക്കെ അഡ്മിൻസ് എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ഡിസിഷൻ എല്ലാവരുടെയും ഇത് തീരുമാനിച്ചിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഒട്ടും പറ്റാഞ്ഞിട്ടാണ് കേസ് അങ്ങനത്തെ ഒരു ഡിസിഷൻ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്തത്. കാരണം ഭയങ്കര ശോകമായിട്ട് തോന്നി. ഒരു ദിവസം പോലും ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്ത കുറേ വാണങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇവനൊക്കെ എന്തേലും ചെയ്യുമോ? ആൻഡ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു അവരുടെ സിയോണിക്സ് തന്നെ ലൈവിൽ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി പുള്ളിയുടെ അടുത്ത്. എന്തോ മിസ്റ്റർ ഇച്ചായനോ പുള്ളിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. കാരണം പുള്ളിയുടെ ലൈവിൽ കുറേ പച്ചവാണങ്ങളും എല്ലാവരും കൂടെ ചെന്നിട്ട് ആ പേരിൽ വരെ ഞാൻ കണ്ടതാണ്. ഞാൻ കണ്ടപ്പം TV പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടാ. TV പറ്റി കുറ്റം പറഞ്ഞിരുന്നപ്പോൾ പുള്ളി ഉടനെ നിനക്കൊക്കെ ഇവിടെ കുറ്റം പറയാൻ എന്ത് യോഗ്യത ഉണ്ടോ മൈരെന്ന് വേറെ അപ്പം തന്നെ ഒരു 100 പേര് എക്സിറ്റ് അടിച്ചു പോയി ചാറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ പുള്ളി പറയാണ് ഈവൻ TVയിലെ 4 പ്ലേയേഴ്സ് അവിടെ വള്ളി എടുക്കുകയാണെങ്കിലും ബാബു ഈഗിളും ചന്ദ്രനും കൂടെ സിറ്റിയിലിരുന്ന് RP ചെയ്യുക, അതാണ് അവരുടെ സക്സസ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് മാത്രമല്ല TVയെ ചെയ്ത മിസ്റ്റേക്സും പുള്ളി അഡ്രസ്സ് ചെയ്ത് പറഞ്ഞു.
ടി വി ചെയ്ത മിസ്റ്റേക്സ് അഡ്രസ് ചെയ്ത് പറഞ്ഞു. അതിൽ ബ്രോ ശരിക്കും റെസ്പെക്ട്, സീരിയസ്ലി. ഒരു സിയോണിക്സിന്റെ സൈഡിൽ നിന്നെങ്കിലും ഇത് പറഞ്ഞല്ലോ. ആൻഡ് പുള്ളി പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്. പുള്ളി പറഞ്ഞ ഒരു ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ പല സിയോണിക്സുകൾക്കും പല ആൾക്കാർക്കും പറയാൻ മടിയുള്ളൊരു കാര്യം പുള്ളി ലൈവിൽ പച്ചയ്ക്ക് ഇന്നലെ പറഞ്ഞു കേട്ടാ. ഇവിടെ കുറേ ഗ്യാങ്ങുകളെ കണ്ടിട്ടുണ്ട്. ഒന്നെങ്കിൽ ഒരു ഗ്യാങ് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആർപ്പി ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും, അല്ലെങ്കിൽ വേറൊരു ഗ്യാങ് വരുന്നത് അടി ഉണ്ടാക്കാൻ വേണ്ടി മാത്രമായിരിക്കും. പക്ഷേ ഇത് രണ്ടും മര്യാദയ്ക്കും ബാലൻസ്ഡ് ആക്കി കൊണ്ടുപോകുന്ന ഒരേ ഒരു ഗ്യാങ് ഇപ്പോൾ ഉള്ളത് ടി വി ആണെന്ന് പുള്ളി ഇന്നലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ശരിക്കും സന്തോഷമുണ്ട്. ഇവിടെ കിടന്ന് ഇങ്ങനെ താളടിച്ചോണ്ടിരിക്കുന്നവന്മാർക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇവന്മാർ അതിന് മാത്രമായിട്ട് സിറ്റി കയറണേ. അടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം സിറ്റി കയറണവന്മാരാ. അല്ലാതെ ഇവന്മാർക്ക് വേറെ ഒരു ഇതുമില്ല, ഒരു പരിപാടി അറിഞ്ഞൂടാ. അത്രേ പറയുള്ളൂ. അതാണ് നമുക്ക് ഒരു ഗ്യാങ് ആകുമ്പോൾ എല്ലാം വേണം. അടി വേണം, സംസാരം വേണം, എല്ലാം വേണം. അത് രണ്ടും ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അതൊക്കെ ആദ്യം ചെയ്തിട്ട് വന്ന് സംസാരിക്കണം ബാക്കിയുള്ള അച്ചുകുന്നകളൊക്കെ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം.